എനിക്ക് ശേഷം മഹാപ്രളയമെന്നാണ് പിണറായി വിജയൻ്റെ വിശ്വാസം. എനിക്ക് ശേഷം മഹാപ്രളയമാണ് എന്ന് പിണറായി വിജയൻ വിശ്വസിക്കുന്നതിന് മറ്റ് കാരണമുണ്ട്. പിണറായി വിജയൻ കഴിഞ്ഞാൽ പാർട്ടിയെ നയിക്കാൻ ആരാണ് ഉള്ളതെന്ന് കൊൽക്കത്തയിൽ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗം അടിവരയിടുന്നുണ്ട്. പാർട്ടിയുടെ കരട് നയത്തിൽ അടിവരയിടുന്നുണ്ട്. പിണറായിക്ക് പ്രായപരിധി നിശ്ചയിക്കുന്നത് ഇനി പാർട്ടി കോൺഗ്രസ് ആയിരിക്കുമെന്ന് പാർട്ടിയുടെ കരട് നയം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതാണ് വസ്തുത. അപ്പോൾ ആരായിരിക്കും പിണറായിക്ക് ശേഷം പാർട്ടിയെ നയിക്കുക എന്നൊരു ചിന്ത സ്വാഭാവികമായും ഉണ്ടാകില്ലേ? ഇനി പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ആരെങ്കിലും ആയിരിക്കും? എം എ ബേബി സഖാവായിരിക്കുമോ? കുണ്ടറ കാസ്ട്രോ ആയിരിക്കുമോ? അതോ എ വിജയരാഘവൻ ആയിരിക്കുമോ? ഇനി അതോ കെ രാധാകൃഷ്ണൻ വരുമോ? ഇങ്ങനെ പാർട്ടിയിൽ ഒരുപാട് സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഉൾപാർട്ടിയിൽ ഇങ്ങനെ പല പിരിമുറുക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോഴാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ചില ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. കെ കരുണാകരൻ ഉണ്ടായിരുന്നപ്പോൾ കെ കരുണാകരനെ എതിർക്കാൻ CPM-ൽ ഒരു EK നയനാർ ഉണ്ടായിരുന്നു. അതുപോലെ പിണറായി വിജയൻ സജീവമായി നിൽക്കുമ്പോൾ കോൺഗ്രസിൽ ഒരു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് ശേഷം അങ്ങനെ ആരും ശക്തമായി പിണറായി വിജയനെ എതിർക്കാനുണ്ടായില്ല. അതുകൊണ്ട് പിണറായി വിജയൻ ഒറ്റയാനായി മുന്നേറുകയാണ്. ഇവിടെ ഒരു VD സതീശൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായി ഇരിപ്പുണ്ട്. VD സതീശൻ വാ തുറന്നാൽ പിണറായി അവിടെ എണീക്കുമ്പോൾ VD സതീശൻ മുട്ടിലിഴയാൻ തുടങ്ങും, അല്ലെങ്കിൽ മുട്ടിൽ മുള്ളാൻ തുടങ്ങും എന്ന് പറഞ്ഞാലും ഒരു തർക്കവും വേണ്ട. രമേശ് ചെന്നിത്തലയാണെങ്കിൽ പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയും. VD സതീശൻ ഗ്രൂപ്പ് കളിച്ച് പാർട്ടിയെ തകർക്കാൻ നോക്കുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് പച്ച പരമാർത്ഥം. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ എതിർക്കുന്നതിന് കോൺഗ്രസിനും പരിമിതികൾ ഉണ്ട്. ഇനി കോൺഗ്രസിൽ പുതുനിര നേതാക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അതായത് ഉമ്മൻചാണ്ടിക്ക് ശേഷം പുതുനിര നേതാക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുതുനിര നേതാക്കൾ ഉണ്ട് താനും. രമേശ് ചെന്നിത്തലയുണ്ട്, അതുപോലെ VD സതീശനുണ്ട്, K മുരളീധരനുണ്ട്, KC വേണുഗോപാലുണ്ട്, അതുപോലെ അതിന് താഴെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, അതുപോലെ ഷാഫി പറമ്പിലുണ്ട്, ഹൈബി ഈഡനുണ്ട്, VT ബൽറാമുണ്ട്. അങ്ങനെ തുടങ്ങിയ കുറേ പുതിയ നേതാക്കൾ ഉണ്ട് കോൺഗ്രസിൽ. അവരുടെ കൈകളിലേക്ക് കോൺഗ്രസിൻ്റെ താക്കോൽ സ്ഥാനങ്ങൾ എത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്നാൽ CPM-ൽ അങ്ങനെ പറയത്തക്ക നേതാക്കൾ ആരുണ്ട് എന്ന ചർച്ചയാണ് പിരിമുറുക്കം സൃഷ്ടിക്കുന്നത്. CPM-ൽ ആരുണ്ട്? CPI-ലും അതേ ചർച്ചകൾ നടക്കുന്നുണ്ട്. CPI-ൽ ആരാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയത്തക്ക നേതാക്കൾ എന്ന് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ സുപരിചിതമായ മുഖങ്ങൾ എന്ന് പറയാൻ CPI-ലും അങ്ങനെ ആരുമില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ കേരളത്തിൽ ആരുണ്ട് എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷണ ചർച്ചകൾ. CPM-ൽ ആരാണ്? പിണറായി വിജയൻ കഴിഞ്ഞാൽ ആര്? അത് CPM-ന്റെ തന്നെ രാഷ്ട്രീയ കരട് നയവുമായി ബന്ധപ്പെട്ടാണ് ആ ചർച്ചകൾ പുരോഗമിക്കുന്നത്. റഹീമാണോ? റഹീം വാ തുറന്നാൽ കോമാളിത്തം എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. കോമാളിത്തം മാത്രം പറയുന്നു, പൊട്ടിച്ചിരിപ്പിക്കാൻ മാത്രം എന്തെങ്കിലും വിടുവ പറഞ്ഞു പോകുന്നു. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അയാൾ കോമാളിയാണെന്ന് മുദ്രകുത്തി കഴിഞ്ഞു റഹീമിനെ. എന്തുകൊണ്ടാണ് റഹീമിനെ കുറിച്ച് അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. എൻ്റെ നല്ല സ്നേഹിതനും എൻ്റെ കൂടെ പഠിച്ച വ്യക്തിയുമാണ് റഹീം. നന്നായി സംസാരിക്കുന്ന ആളും രാഷ്ട്രീയ കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് റഹീം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ആളുകൾ പറയുന്നത് റഹീം ഒരു കോമാളി എന്നാണ് സോഷ്യൽ മീഡിയ മുദ്രകുത്തുന്നത്. പക്ഷേ M സ്വരാജിനെ കുറിച്ച് പറയുന്നത് അങ്ങനെയല്ല. M സ്വരാജ് പിണറായി വിജയൻ്റെ ഒരു ഡിറ്റോ ആയിട്ടാണ് കാണുന്നത്. പിണറായി വിജയൻ്റെ ശൈലി അതേ മാതൃകയിൽ പിന്തുടരാൻ കെൽപ്പുള്ള ഒരു നേതാവാണ് M സ്വരാജ് എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു. M സ്വരാജ് പിണറായി വിജയൻ്റെ പിൻഗാമിയാകുമെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത്. അതായത് ഈ 2026 ഇലക്ഷന് പിണറായി വിജയനെ മുൻനിർത്തി തന്നെയാകും ഇടതുമുന്നണി ഇലക്ഷനെ നേരിടുക. ഒരുപക്ഷെ വിജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ വരും. ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമുണ്ടാകും. M സ്വരാജ് ഉപമുഖ്യമന്ത്രിയാകുമെന്നോ മുഖ്യമന്ത്രിയാകുമെന്നോ പറയുന്നില്ല. പക്ഷേ അടുത്ത പാർട്ടി സമ്മേളനത്തിൽ, അതായത് ഇപ്പോൾ 24-ാം പാർട്ടി സമ്മേളനമല്ല, അടുത്ത 25-ാം പാർട്ടി സമ്മേളനത്തിലെങ്കിലും M സ്വരാജൊക്കെ പാർട്ടിയുടെ നേതൃനിരയിലേക്ക്, സംസ്ഥാന കമ്മിറ്റി അംഗമാണ് നിലവിൽ തന്നെ, പാർട്ടിയുടെ നേതൃനിരയിലേക്ക്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്കൊക്കെ M സ്വരാജ് ഉയർന്നു വരും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ M സ്വരാജിനെ പരിഗണിക്കാവുന്നതാണ് എന്ന് പറയുന്നു. P രാജീവും MP രാജേഷും ഒക്കെ തഴയപ്പെടും. കാരണം അവർക്കൊന്നും ഒരു ക്വാളിറ്റി ഇല്ല. KN ബാലഗോപാലിനൊന്നും ഒരു ക്വാളിറ്റിയുമില്ല എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. മന്ത്രിസ്ഥാനത്ത് ഇരുന്ന് തന്നെ അവരൊക്കെ തെളിയിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയ. അതുപോലെ വിജയരാഘവനൊന്നും ഒരു മാർക്കും കൊടുക്കുന്നില്ല. വട്ടപൂജ്യമാണ് അവരൊക്കെ എന്ന് പറയും. MA ബേബിക്ക് പോലും ഒരു സ്ഥാനവും നൽകുന്നില്ല പുതുതലമുറയിലെ ആളുകൾ. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറയുന്നത് MA ബേബിക്കൊന്നും യാതൊരു സ്ഥാനവും ഇല്ലാതെ പോകുന്നു. ഇനി 26-ലെ ഇലക്ഷൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരികയാണെങ്കിൽ ഉപമുഖ്യമന്ത്രിയായി, കാരണം അനാരോഗ്യം കണക്കിലെടുത്ത് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ നിശ്ചയിക്കപ്പെടും. അതാരായിരിക്കുമെന്നും സോഷ്യൽ മീഡിയ എടുത്തു പറയുന്നു. അത് മുഹമ്മദ് റിയാസ് തന്നെയായിരിക്കും ഉപമുഖ്യമന്ത്രിയായി വരുന്നത്.
ഉപമുഖ്യമന്ത്രിയായി മുഹമ്മദ് റിയാസിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെടും. അങ്ങനെ മുഖ്യമന്ത്രിയായി പിണറായി വിജയനും മരുമകൻ മുഹമ്മദ് റിയാസ് ഉപമുഖ്യമന്ത്രിയായും നിർദ്ദേശിക്കപ്പെടും. കാരണം എന്താണ്? മുഹമ്മദ് റിയാസ് നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. പിന്നെ അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയായി നോമിനേറ്റ് ചെയ്യപ്പെടും. ഉപമുഖ്യമന്ത്രിയായി മുഹമ്മദ് റിയാസ് വരും. കുറച്ചു കാലം കഴിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതുക്കെ രാജിവെച്ച് സ്ഥാനം ഒഴിയും. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാകുമെന്നും സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുന്നുണ്ട്. ഇത് എത്രമാത്രം വാസ്തവമാണെന്നും ഇത് സംഭവിക്കുമോ എന്നും നമുക്ക് ഓൾഗയുടെ പ്രവചനം പോലെ ഒന്നും പ്രവചിക്കാനൊന്നും കഴിയില്ല. ഇതൊക്കെ നടക്കുമോ നടക്കില്ലയോ എന്നൊന്നും നമുക്ക് പറയാനോ ഉറപ്പിക്കാനോ പറ്റില്ല. പക്ഷേ പിണറായി വിജയൻ ഒരു പിൻഗാമി ഉണ്ടെങ്കിൽ അത് എം സ്വരാജാണെന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആണെങ്കിൽ നാളത്തെ ഉപമുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ CPM കാണുന്നത് മുഹമ്മദ് റിയാസിനെയാണെന്നും സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നുണ്ട്. അത് എത്രമാത്രം വാസ്തവമാണെന്ന് കാലം തെളിയിക്കട്ടെ.